അപ്പോൾ പാണക്കാട് തങ്ങളെ കുറിച്ച് വിമർശിക്കുന്നു എന്ന് പറഞ്ഞു. പാണക്കാട് തങ്ങൾ വിമർശിക്കുന്ന ആദ്യമായിട്ടൊന്നുമല്ല, ആര്യാട് മുഹമ്മദ് വിമർശിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ മുജാഹിദുകൾ മതപരമായ രീതിയിൽ പാണക്കാട് തങ്ങളെ വിമർശിക്കാറുണ്ട്. ഈ വിമർശനമൊന്നും അല്ല പ്രശ്നം. അപ്പോൾ തങ്ങളെ വിമർശിച്ചു എന്നുള്ളത് കൊണ്ടല്ല പ്രശ്നം. തങ്ങൾ വിമർശിക്കുന്നത് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ തടവുകാരനായി എന്നുള്ളതാണ്. എപ്പോഴും മുതലാണ് തടവുകാരനായത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് വരെ നമ്മൾ കണ്ടത് CPM അവരുടെ ചുവന്ന പരവരാതി വിരിച്ചുകൊണ്ട് ഇവരെ വിളിക്കുക, ഓരോ പരിപാടിക്കും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ട CAA പരിപാടിയൊക്കെ കണ്ടു, യൂണിഫോം സിവിൽ കോഡ്, പാലസ്തീൻ വിഷയം. ഈ സമയത്തൊക്കെ മുസ്ലിം ലീഗ് വളരെ 916 അവരുടെ സെക്യുലറിസം തെളിയിച്ച പാർട്ടിയാണ്. എന്നാൽ അവരുടെ വോട്ട് കിട്ടില്ല എന്ന് 100% ഉറപ്പായി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്. കാരണം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മലബാർ മേഖലയിൽ UDF സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം മിനിമം 1 ലക്ഷമാണ്. അതിൻ്റെ അർത്ഥം മുസ്ലിം സമുദായം പൂർണ്ണമായും ഇടതുപക്ഷെ കൈവിട്ടുവെന്ന് ബോധ്യം വരുമ്പോൾ അടുത്ത ഓപ്ഷൻ എന്ന നിലയിൽ ഒരു കോമ്പിനേഷൻ അവർ കണ്ടെത്തുകയും അതിനെ ബോധപൂർവ്വം, അതിപ്പോൾ കൃത്യമായിട്ട് അറിയാം, പാലക്കാട് ജയിച്ചത് SDPIയുടെ ജമാഅത്തയുടെ പിന്തുണ കൊണ്ട് മാത്രമല്ല, അവർ പിന്തുണയുണ്ട് എന്നുള്ള ഉറപ്പാണ്. അത് പരസ്യമായി പ്രഖ്യാപിച്ച കാര്യമാണല്ലോ. ആ പിന്തുണ കൊണ്ട് മാത്രമല്ല ജയിച്ചത് എന്ന് CPM നന്നായിട്ടറിയാം. പക്ഷേ ഇങ്ങനെ പറഞ്ഞാൽ, അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും പിന്തുണയോട് കൂടിയിട്ടാണ് UDF ജയിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ജയം എന്നുള്ളത് UDFന് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ജയമല്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൻ്റെ ഇപ്പം ആദ്യം SDPI പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു, ഒരു മുസ്ലിം ലീഗ് ആയിരുന്നു. അങ്ങനെ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ കിട്ടുക എന്നുള്ളത് എന്തോ അപമാനകരമായ കാര്യമാണ് എന്ന ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ ഈ ഒരു പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിനെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ ഈ ഒരു അതിൻ്റെ ഔട്ട്കം, റിസൾട്ട് എന്നുള്ളത് ഇമ്മെറ്റീരിയലാണ്, ഓൾമോസ്റ്റ് സ്റ്റാറ്റസ് കോ ആണുള്ളത്. പക്ഷേ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ CPM പയറ്റാൻ പോകുന്ന തന്ത്രം എന്തായിരിക്കും എന്നുള്ളതിൻ്റെ സൂചനയാണിത്. ഇത് വളരെ അപകടകരമായിട്ടുള്ളൊരു സൂചനയാണ്.